വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസോണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ഓസോൺ? ഓസോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും അല്ലെ. ഓക്സിജൻ ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ കൂടിച്ചേർന്ന രൂപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസോൺ എന്ന് വിളിക്കുന്നത്. എന്താണ് ഓസോൺ? ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ ചേർന്ന രൂപമാണ്. ഇത് ശരിക്കും ഭൂമിയുടെ ഒരു രക്ഷാകവചമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു കുട. നമ്മളൊക്കെ വെയിലിൽ നിന്നും അതുപോലെ തന്നെ മഴയിൽ നിന്നൊക്കെ സംരക്ഷണത്തിനായിട്ട് കുട കൊണ്ട് നടക്കുന്നത് പോലെ ഭൂമിയുടെ ഒരു കൊടയാണെന്ന് പറയുന്നത്. നീല കളറിലുള്ള ഭൂമിയുടെ ഒരു കൊടയാണ്. എന്താണ് ഭൂമിയുടെ കൊടയാവാൻ കാരണം, അല്ലെങ്കിൽ ഭൂമിയുടെ കൊട എന്നതിന് വിളിക്കാൻ കാരണം? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ നേരിട്ട് പതിക്കാതിരിക്കാൻ ഭൂമിയെ ഒരു രക്ഷാകവചമായിട്ട് ആര് കൊണ്ട് നടക്കുകയാണ്? ഈ ഓസോൺ പാളി കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ രക്ഷാകവചം എന്ന് എന്തിന് പേര് വന്നത്? ഓസോണിന് പേര് വന്നത്. അങ്ങനെ ഓസോൺ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ ചേർന്ന രൂപം, ഭൂമിയുടെ ഒരു രക്ഷാകവചം, ഭൂമിയുടെ കുട, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന്, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാനുള്ള ഭൂമിയുടെ രക്ഷാകവചം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ഓസോണിനെയാണ്. ഇങ്ങനെ ഒരു ഓസോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത്, അത് കണ്ടെത്തിയത് CF ഷോൺ ബെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് ഓസോൺ കണ്ടെത്തിയത്? CF ഷോൺ ബെയിൻ ആണ് ഓസോൺ കണ്ടെത്തിയത്. ഇനി ഓസോൺ അദ്ദേഹം കണ്ടെത്തി മാത്രമേ ഉള്ളൂ. ഓസോണിനെ കുറിച്ച് കുറേയധികം പഠനം നടത്തുകയും ഓസോൺ രൂപീകരണത്തിന്റെ കാരണമൊക്കെ മനസ്സിലാക്കുകയും ചെയ്തത് രണ്ട് വ്യക്തികൾ ചേർന്നാണ്. അവരുടെ പേര് ചാൾസ് ഫാബ്രി. ഒരാളാരാണ്? ചാൾസ് ഫാബ്രി. അടുത്തത് ഹെൻറി ബ്യൂസൺ. അപ്പൊ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ് ഓസോൺ അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ രൂപീകരണത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തുന്നത്. ഓസോൺ പാളിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തെ കുറിച്ചൊക്കെ പഠനം നടത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ്. ഇനി നമ്മൾ നേരത്തെ തന്നെ പറയുണ്ടായി, ഭൂമിയുടെ നീല കളറിലുള്ള ഒരു രക്ഷാകവചമാണ് അല്ലെ. അപ്പൊ ഓസോണിന്റെ കളർ നമുക്ക് മനസ്സിലായല്ലോ. ലൈറ്റ് ബ്ലൂ കളറാണ് ഓസോണിന്റെ നിറം. ഇളം നീല നിറമാണ്. ഇനി ഓസോൺ എവിടെയാ കാണുന്നത്? അന്തരീക്ഷത്തിന് കുറെ പാളികളുണ്ട്, അന്തരീക്ഷ പാളികൾ അല്ലെ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ കാണപ്പെടുന്നത്. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇപ്പൊ ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ ചേർന്ന രൂപത്തിന് ഓസോൺ എന്ന് വിളിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികളെ, എവിടെ നിന്നുള്ള? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിൽ നേരിട്ട് പതിക്കാതിരിക്കാനുള്ള ഭൂമിയുടെ ഒരു രക്ഷാകവചം, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു കൊടയാണ്. ഓസോൺ കണ്ടെത്തിയ വ്യക്തി CF ഷോൺ ബെയിൻ ആണ്. എന്നാൽ ഓസോൺ പാളിയെക്കുറിച്ച്, ഓസോൺ പാളിയുടെ രൂപീകരണത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തിയ വ്യക്തികള് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ്. ഓസോണിന്റെ നിറം നീല നിറമാണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്നാണ് ഓസോൺ ദിനം? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് വിശേഷിപ്പിക്കുന്നത് സെപ്റ്റംബർ 16 ഇനി അടുത്തത് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി എന്ന് നമ്മൾ പഠിച്ചു. എത്രമാത്രം ഏരിയയിൽ ഓസോൺ കാണപ്പെടുന്നുണ്ട്? അങ്ങനെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ നമ്മൾ ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓസോൺ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റ് ആണ്? ഡോപ്സൺ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിലെ ഈ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ പേര് ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്നാണ്. ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്നാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ ശരാശരി അളവ് എത്രയാന്ന് ചോദിച്ചാൽ 300 ഡോപ്സൺ ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ? ഓസോൺ ദിനം സെപ്റ്റംബർ 16 എന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. നമ്മളിപ്പോ ഓരോന്നിനും ഓരോ യൂണിറ്റ് നമ്മൾ പറയും അല്ലേ. അപ്പൊ ആ യൂണിറ്റ് ഓസോണിന്റെ യൂണിറ്റ് ഡോപ്സൺ ആണ്. ഓസോൺ അളക്കാൻ ഒരു ഉപകരണമുണ്ട്, അതിന്റെ പേര് ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്നാണ്. ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്നാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഏകദേശം അന്തരീക്ഷത്തിലെ ഓസോണിന്റെ ശരാശരി അളവ് 300 ഡോപ്സൺ ആണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ യൂണിറ്റ് ഡോപ്സൺ ആണ് അല്ലെ, അതുപോലെ ഉപകരണത്തിന്റെ പേരും ഡോപ്സൺ ആണ്, ഒക്കെ ഡോപ്സണിലാണ്. കാരണം ഇങ്ങനെ ഒരു ഡോപ്സൺ എന്ന അതിന് പേരിടാൻ കാരണം ഓസോൺ പാളിയെ കുറിച്ച് കൃത്യമായി വിവരണം തന്ന വ്യക്തി GMB ഡോപ്സൺ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ GMB ഡോപ്സൺ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ഓസോൺ പാളിയെ കുറിച്ച് ഡെഫിനിഷൻ നൽകി. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ ഓസോൺ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റിന് ഡോപ്സൺ യൂണിറ്റ് എന്നും ഓസോൺ അളക്കുന്ന ഉപകരണത്തിന് ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ എന്ന്
പേരും നൽകി. ഇനി അപ്പൊ നമ്മള് തുടക്കം തന്നെ ഫസ്റ്റ് ഓസോണിനെ കുറിച്ച് പറഞ്ഞപ്പോ ഭൂമിയുടെ രക്ഷാകവചം, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കാനുള്ള രക്ഷാകവചം എന്ന് പറഞ്ഞു. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ ഓസോണിന് കേടുപാട് സംഭവിക്കും. ആ കേടുപാടിനെ നമ്മൾ വിളിക്കുന്നു ഓസോൺ ശോഷണം. ചിലപ്പോ ഒക്കെ നമ്മൾ ഓസോൺ പാളിക്ക് വിള്ളൽ അല്ലെങ്കിൽ ഓസോണിൻ സുഷിരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഏറ്റവും ഭംഗിയായിട്ടുള്ള വേർഡ് ഓസോൺ ശോഷണം എന്നാണ്. അപ്പൊ ഓസോണിന് കേടുപാടുകൾ സംഭവിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഓസോൺ ശോഷണം എന്നാണ്. ഓസോണിന് കേടുപാട് വരുത്തുന്ന പ്രക്രിയയുടെ പേര് ഓസോൺ ശോഷണം. ഈ കേടുപാട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരാണ്? CFC ആണ്. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇനി എവിടുന്ന ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ വരണേ? നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിൽ നിന്ന് അധികം ഒന്നും വരില്ല. പക്ഷെ നമുക്കറിയാം വലിയ വലിയ ഫ്രീസറുകളൊക്കെ, മീനുകൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കൂടാതെ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ റെഫ്രിജറേറ്ററുകളും കാര്യങ്ങളൊക്കെ അല്ലെ ഉപയോഗിക്കും. അതുപോലെ തന്നെ AC. അപ്പൊ അതിൽ നിന്നൊക്കെ ആ ഉൽപ്പന്നങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുടെ പ്രൊഡക്ഷൻ അതൊക്കെ എന്താണ്? ഇതിന്റെ നാശത്തിന് കാരണമാവാണ്. അപ്പൊ അതൊക്കെ കുറച്ചാലാണ് എന്തുണ്ടാവുള്ളൂ? ഓസോൺ ശോഷണം കുറയുള്ളൂ. അപ്പൊ നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന്, എയർ കണ്ടീഷനിൽ നിന്നൊക്കെ വരുന്ന അതാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത്? ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഈ സംഭവം. അങ്ങനെ ക്ലോറോ ഫ്ലൂറോ എന്താ പറയുന്നത്? കാർബൺ ആണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് മനസ്സിലാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ 1985 പറയാണ് അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഓസോൺ സുഷിരമുണ്ട് എന്ന് പറയാണ്. അതായത് അവിടെ ഓസോൺ ഒരു സുഷിരം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് പതിക്കും? ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കും. അങ്ങനെ അവിടെ ഒരു സുഷിരം ഉണ്ടെന്ന് ആരാ പറഞ്ഞേന്നാ പറയണേ? ജൊനാഥൻ ഷാംഗ്ലിൻ, ജാഫെർമാൻ. അതാര്? ജാഫെർമാൻ, ബ്രയാൻ ഗാർഡിനർ. ജൊനാഥൻ ഷാംഗ്ലിൻ, ജാഫെർമാൻ, അതുപോലെ തന്നെ ബ്രയാൻ ഗാർഡിനർ തുടങ്ങിയ 3 ശാസ്ത്രജ്ഞന്മാര് പറയാണ് എന്തുണ്ട്? ഓസോണിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഓസോണിന് ഒരു സുഷിരം വന്നിക്കണത് അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ അവിടേക്ക് ഒരു പേടകം കൊണ്ടുപോയി പേടകം നിക്ഷേപിച്ചു. ആ പേടകത്തിന്റെ പേര് ഓസോൺ സുഷിരം ഓസോൺ സുഷിരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ വിക്ഷേപിച്ച പേടകത്തിന്റെ പേര് നിംബസ് 7 എന്നാണ്. എന്താണ് അതിന്റെ പേര്? നിംബസ് 7. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഓസോണിന് കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഓസോൺ ശോഷണം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഓസോൺ ശോഷണത്തിന്റെ കാരണം CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. എയർ കണ്ടീഷനിൽ നിന്ന്, അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പോകുന്നതാണ് മെയിൻ ആയിട്ടും ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പറയാണ്, അതായത് 1985 അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന് പറയുന്ന സ്ഥലത്ത് ഓസോൺ സുഷിരം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് 3 ശാസ്ത്രജ്ഞർ ചേർന്നാണ്. ഒന്ന് ജൊനാഥൻ ഷാംഗ്ലിൻ, അടുത്ത ജാഫർമാൻ, അടുത്തത് ബ്രയാൻ ഗാർഡിനർ തുടങ്ങിയവര്. ഒരു 3 പേരും പറഞ്ഞു ഇങ്ങനെ ഒരു സുഷിരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ നമ്മൾ ഒരു പേടകം വിക്ഷേപിച്ചു. ഓസോൺ സുഷിരം കണ്ടെത്താൻ അങ്ങനെ നമ്മൾ വിക്ഷേപിച്ച പേടകത്തിന്റെ പേര് നിംബസ് 7 എന്നാണ്. അപ്പൊ ഇവരിങ്ങനെ പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ CFC യെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം കുറച്ച് ആൾക്കാർ നടത്തി. അങ്ങനെ നടത്തിയ പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ്. ഒരാള് പ്രൊഫസർ റോളന്റ്, അടുത്തത് ഡോക്ടർ മുളീന. ആരാണ്? ഡോക്ടർ മുളീന. അടുത്തത് പോൾ ക്രൂഡ്സൺ. അപ്പോ പ്രൊഫസർ റോളന്റ്, ഡോക്ടർ മുളീന, പോൾ ക്രൂഡ്സൺ എന്നിവർ ചേർന്ന് CFC യെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തി. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കി. അതായത് അവർ മനസ്സിലാക്കി നമ്മുടെ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, അതുപോലെ എയറോസോളുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളാണ് എന്തിന്റെ കാരണം? ഈ CFC മുകളിലേക്ക് എത്താനുള്ള കാരണവും അതുപോലെ തന്നെ ഓസോൺ സുഷിരം ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കണ്ടെത്തി. CFC യെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനമൊക്കെ നടത്തി അവരൊരു ബുക്ക് തന്നെ ഇറക്കി. അതിന്റെ പേര് CFC ഇൻ എൻവയോൺമെന്റ് എന്നാണ്. അപ്പൊ ഡോക്ടർ മുളീന,
പോൾ ക്രൂഡ്സൺ, പ്രൊഫസർ റോളൻ തുടങ്ങിയവർ ചേർന്ന് CFCയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തിയവർ തയ്യാറാക്കിയ പ്രബന്ധം അല്ലെങ്കിൽ ബുക്കാണ് CFC ഇൻ എൻവയോൺമെന്റ്. ഇനി എന്തുണ്ടായി? ഇത്രയും നല്ലൊരു പഠനം ഇവർ നടത്തി അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിസൾട്ട് കാണിച്ചു തന്നു എന്നുള്ളത് കൊണ്ട് 1995 ഇവർ 3 പേരും കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് പങ്കിട്ടു. അപ്പൊ 95 ഇവർ 3 പേരുമാണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് പങ്കിട്ടത്. അങ്ങനെ എന്താണ് CFC ഇങ്ങനെ പുറത്തുവിടുന്നത് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അൾട്രാവയലറ്റ് രശ്മികള് കുറേയധികം ഓസോൺ സുഷിരം ഉണ്ടാവുകയും അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് വരികയും ചെയ്യും, ഭൂമിയിലേക്ക് പതിക്കും അല്ലെ. അങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ പലതരത്തിലുള്ള സ്കിൻ ക്യാൻസറുകള്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഐ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്ന മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അപ്പോ രാജ്യത്തുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് പിന്നെ എന്തായി ചിന്തിക്കാൻ തുടങ്ങി, ഇത് കുറയ്ക്കാൻ എന്ത് ചെയ്യാം. അപ്പൊ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1987 സെപ്റ്റംബർ 15 ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു ഉടമ്പടി, ഓസോൺ സംരക്ഷണ ഉടമ്പടി ഉണ്ടാവാൻ തീരുമാനം എടുക്കുകയാണ്. എന്നാ ഉണ്ടാക്കിയേ? 1987 സെപ്റ്റംബർ 15 ഒരു തീരുമാനം വരുത്താണ്. എന്ത് തീരുമാനമാണ്? ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഒരു പ്രമേയം എഴുതി തയ്യാറാക്കി കുറെ രാജ്യങ്ങൾക്കൊക്കെ കൂടി ഒപ്പിടാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. അതിനെയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അഥവാ ഓസോൺ സംരക്ഷണ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ അഥവാ ഓസോൺ സംരക്ഷണ ഉടമ്പടി ഉണ്ടാക്കിയത് എന്നാ? 1987 സെപ്റ്റംബർ 15 എന്ത് വേണ്ടിയിട്ടാ? ഓസോണിനെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും ഘട്ടമായിട്ട് ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യങ്ങൾ എല്ലാവരും കൂടി, കുറേയധികം രാജ്യങ്ങൾ കൂടി ചേർന്ന് എഴുതി തയ്യാറാക്കിയ ഒരു എന്താ പറയുന്നത് അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അങ്ങനെ ആ ഉടമ്പടിക്കൊക്കെ തീരുമാനമായി. 1987 സെപ്റ്റംബർ 15 തീരുമാനമായിട്ടുള്ള ആ ഉടമ്പടി 1988 വിയന്ന, ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന കൺവെൻഷനിൽ അംഗീകാരം കൊടുത്തു. ഓസ്ട്രിയയിൽ നടന്ന ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന കൺവെൻഷനിലാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത്. എന്നാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജാനുവരി 1 തൊട്ട്. 87 തീരുമാനം എടുത്തു, 88 വിയന്ന കൺവെൻഷനിൽ അവര് പ്രോട്ടോകോൾ അംഗീകരിച്ചു. 89 ജാനുവരി 1 മുതൽ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നു. നല്ലൊരു കാര്യമാണ്. അന്തരീക്ഷത്തിലേക്ക് CFC കടത്തിവിടുന്ന വസ്തുക്കളുടെ പ്രൊഡക്ഷനും കൺസംഷനും ഘട്ടഘട്ടമാക്കി കുറയ്ക്കാമെന്നാണ് നമ്മൾ പറഞ്ഞ. അങ്ങനെ ഇന്ത്യ അടക്കമുള്ള 198 രാജ്യങ്ങൾ മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്യാണ്. ഇന്ത്യ സൈൻ ചെയ്തത് 1992 ജാനുവരി 19 അങ്ങനെ ഇന്ത്യയും സൈൻ ചെയ്യാണ്. 1992 ആര് സൈൻ ചെയ്യാണ്? ഇന്ത്യ സൈൻ ചെയ്യാണ്. വളരെ പ്രധാനമാണ്. ജാനുവരി അല്ല, 1992 ജൂൺ 19 ആര് സൈൻ ചെയ്തു? ഇന്ത്യ സൈൻ ചെയ്തു. 1992 ജൂൺ 19 ആര് സൈൻ ചെയ്യാണ്? ഇന്ത്യയും സൈൻ ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ പറയാ, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വരികയാണ്. 198 രാജ്യങ്ങൾ സൈൻ ചെയ്ത മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന് ഒരു ഭേദഗതി വരുത്തുണ്ടായി നമ്മൾ 2019 കേട്ടോ. 2019 വരുത്തിയ ഭേദഗതി വേറൊന്നുമില്ല. 2019 ജാനുവരി 1 ഒരു ഭേദഗതി വരുത്താണ്. റുവാണ്ടയുടെ തലസ്ഥാനമായിട്ടുള്ള കിഗാലിയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ എന്ത് നടത്തിയത്? അമെന്റ്മെന്റ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കിഗാലി അഗ്രിമെന്റ് എന്നാ വിളിക്കണം കേട്ടോ. എന്താ വിളിക്കണേ? കിഗാലി അഗ്രിമെന്റ്. അപ്പൊ കിഗാലി അഗ്രിമെന്റ് എന്നാ 2019 ജാനുവരി 1 കിഗാലി അഗ്രിമെന്റിൽ വേറൊന്നും പറയുന്നില്ല, CFCയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാന്ന് മാത്രമേ പറയൂ. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ, പക്ഷെ ഒന്നും കൂടി ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു, CFCയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, അത്രയാണ് പറഞ്ഞോളൂ. അപ്പൊ ഇത്രയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓസോൺ എന്ന് പറയുന്ന ആ ഏരിയയെ കുറിച്ച് പഠിക്കാനുള്ളത്. സംരക്ഷണ ഉടമ്പടി എന്നാന്ന് പറഞ്ഞ 87 സെപ്റ്റംബർ 15 എന്താ സംരക്ഷണ ഉടമ്പടിയിൽ പറഞ്ഞ? ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പ്രൊഡക്ഷനും കൺസംഷനും ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കാമെന്ന് 198 രാജ്യങ്ങൾ തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്നാൽ നിലവിൽ വന്ന 1988 വിയന്ന കൺവെൻഷനിൽ മോൺട്രിയൽ പ്രോട്ടോകോളിൽ അംഗീകാരം നൽകി. എന്നാൽ നിലവിൽ വന്ന 1989 ജാനുവരി 1 നിലവിൽ വന്നു. 198 രാജ്യങ്ങൾ സൈൻ ചെയ്തു. ഇന്ത്യ സൈൻ ചെയ്ത് 1992 ജൂൺ 19 ഇതിന്റെ അമെന്റ്മെന്റ് വന്നു 2019 ജാനുവരി 1 അമെന്റ്മെന്റ് നടന്നത് റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിലാണ്. അതുകൊണ്ട് ഇതിനെ കിഗാലി അഗ്രിമെന്റ് എന്ന് വിളിക്കുന്നു. ഈ അഗ്രിമെന്റിൽ വേറൊന്നും പറയില്ലേ, CFCയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാന്ന് മാത്രമേ പറയാം.
അപ്പൊ ഇത്രയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളും ഓസോണിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കറിയാം ലോകത്തിലെ തന്നെ വലിയൊരു മഹാമാരിയായ എന്ത് വരികയുണ്ടായി, കൊറോണ വരികയുണ്ടായി. ഈ കൊറോണ വന്നതോടുകൂടി 2020 നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2020 പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഓസോണിന്റെ സുഷിരങ്ങൾ അടഞ്ഞു എന്നാണ്. എന്തായിരിക്കും കാരണം? നമുക്കറിയാം ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഫാക്ടറികൾ കുറെ അടച്ചിട്ടു, വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇല്ലാണ്ടായി. അപ്പൊ എന്താണ്, ഈ CFCയുടെ മുകളിലേക്കുള്ള പോക്ക്, അല്ലെ, അന്തരീക്ഷത്തിലേക്കുള്ള പോക്ക് കുറഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലും എന്തുണ്ടായി എന്നാ പറയണത്, ഓസോൺ സുഷിരം അടയാൻ അതൊരു കാരണമായി എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് വളരെയധികം നാശം കൊറോണ ഉണ്ടാക്കിച്ചാലും വേറൊരു ഭാഗത്ത് നല്ലൊരു കാര്യം കൂടി നടന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഓസോൺ എന്ന് പറയുന്ന കാര്യങ്ങൾ, എന്താ പറയുന്നത്, ടോപ്പിക്കിനെ കുറിച്ചും മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഉടമ്പടിയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.